ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ വർത്താനം? ഒരു വിവരമില്ലല്ലേ? കുറേ ദിവസമായിട്ട് ലേഖത്തിന്റെ ലെങ്ത് വീഡിയോ തന്നെ ഇട്ടിട്ടില്ല. ഒരു ലെങ്ത് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ ഒന്നൊരു ലെങ്ത് വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ചതാണ്. നല്ല വെയിലുണ്ട്. അപ്പൊ കെഗാനും ഉണക്കാനും ഒക്കെ അല്ലതാണ്. കെഗി ഉണക്കിയൊക്കെയാണ്. കെഗിങ്ങാണ്ട് ഉണക്കി വെച്ചാൽ എന്താ പറയുക, വെയിലില്ല സമയത്ത് ഉണക്കി വെച്ചാൽ നമുക്ക് ലേഖം വിറകുമ്പോൾ എടുത്താൽ മതി കേട്ടോ. കെഗി ഉണക്കി വൃത്തിയാക്കിങ്ങാണ്ട് പൊടിച്ച് വെക്കലാണ് പരിപാടി. അപ്പോൾ ദാ ഇതൊക്കെ മുളപ്പിച്ചാൽ രാഗി ഉണ്ട്, മുളപ്പിച്ച ചെറുപയറുണ്ട്, മുളപ്പിച്ച മുതിരുണ്ട്, അതേമാതിരി സൂചിക്കോതമ്പം, പിന്നെ ചോളം, എല്ലാവിധ ധാന്യങ്ങളും ഉണ്ട്. കഴുകി ഉണക്കി വൃത്തിയാക്കിങ്ങാണ്ട് പൊടിച്ചവിടെ വെക്കും കേട്ടോ. പിന്നെ നമ്മളെ നട്സിൻ്റെ ലേഹത്തിനും പിന്നെ ആട്ടിൻ്റെ ലേഹത്തിനും അതിന് വേണ്ട ധാന്യങ്ങൾ എടുക്കുന്ന സമയത്തേക്ക് ഓരോന്നും അളന്നെടുക്കലാണ് പരിപാടി കേട്ടോ. ചെറിയ ജീരകം, ചതുപ്പ, ഇതിലൊക്കെ കഴുകുമ്പോൾ നിറച്ച് ചളിയും പൊടിയും കല്ലും ഒക്കെ ഉണ്ടാവും കേട്ടോ. കഴുകാതെ ഉണ്ടാക്കിയാൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്കിപ്പോൾ അതങ്ങനെ ശീലമാകണില്ല. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ കഴുകി ഉണക്കിങ്ങാണ്ട് നമ്മൾ തിന്ന് ചിലായതല്ലേ. അപ്പം ഇനി അത് അങ്ങനെ തന്നെയാണ് തുടർന്ന് പോട്ടെ വെച്ചിട്ട് നമ്മളെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ വൃത്തിയിലും വെടുപ്പ് തന്നെയാണ് ആവാ വിചാരിച്ചിട്ട്. ഒരു ബിസിനസ്സാണ് വിചാരിച്ചിട്ട് ഇപ്പോൾ മനസ്സിന് കൊടുക്കണം, നല്ല ചെലുക്കന്നെ കൊടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതേമാതിരി സാധനം വാങ്ങണം തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം തന്നെ വാങ്ങണത്. ലോക്കൽ സാധനം ഒന്നും വാങ്ങിയിട്ട് നമ്മൾ പിന്നെ കച്ചവടം ചെയ്താൽ അതിലൊരു ലാഭം ഉണ്ടാവും എന്ന് വെച്ചാൽ തോന്നണില്ല. ഫസ്റ്റ് ക്വാളിറ്റി സാധനം തൊടുമ്പോൾ തന്നെയാണ് അറിയാം കേട്ടോ. നല്ല കറുത്ത എള്ള്. അപ്പം നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തേക്കില്ല ആടും റെഡി ആക്കണം കേട്ടോ. തൊടു കൂടിയൊക്കെ നടന്ന് ഇല്ല പുല്ലും കാടും തിന്നണതും പിന്നെ പെരീത്തെ കഞ്ഞിൻ്റെ വെള്ളം കുടിച്ച് വലുതായ ആടാണ് കേട്ടോ. ഇങ്ങനെ നാട്ടിലത്തെ ആട്, നാടനാടാണ് കേട്ടോ ലേഹത്തിന് നല്ലത്. പിന്നെ നമ്മൾ അയൽവാസി താത്ത വന്ന വർത്താനം ഊരവേദന, വേത്തുടി വേദന, പിന്നെ എന്താ പറയാ, അതില് എന്താ പറയാ, ഇത് കൂട്ടണം, ഉരുവി കൂട്ടണം, പിന്നെ എന്താ പറയാ, മറ്റേ ചതുപ്പേ. ചതുപ്പ മറന്നിക്ക പേരൊക്കെ ഞാൻ എന്ന് വരകിയതാ. എന്ത് വരകിയത് നമ്മളുണ്ടാവും മറന്നിക്ക. ഇന്നിപ്പോ വെച്ച ഇപ്പൊ വെച്ച ഇഞ്ഞാൻ പഠിപ്പിച്ചെന്ന് കണ്ട് അല്ലേ? അതൊക്കെ കൂട്ടുന്നു. പിന്നെ എന്തിനൊക്കെ നമ്മളെ ലേഖം പറ്റുക? എല്ലാ തീരും പറ്റും. ചെറിയ ജീരകവും കൂട്ടുക, ചുണ്ടി, പിന്നെ എല്ലാതും മൈക്ക് പറ്റണൊക്കെ കൂട്ടുക. അതിലൊക്കെ ഗുണം കിട്ടും അല്ലേ? പൂക്കില, തെങ്ങും പൂക്കില, തെങ്ങും പൂക്ക 2 കൂട്ടുന്നുണ്ട് നമ്മളെ മരുന്നിട്ട്. അതുപോലെ കൂട്ടിക്കളുണ്ട്. അതെന്താ ഊരവേദനക്ക് നല്ലതാണ്. അതിപ്പോ കൂട്ടുന്നുണ്ട്, ഒക്കെ കൂട്ടുന്നുണ്ട് അല്ലേ? പുത്തിരിച്ചുണ്ട റെഡി ആക്കണല്ലേ നോക്കാൻ. ഈ താത്തയാണ് കേട്ടോ ഇങ്ങനെ ലേഖം വരകാൻ പഠിപ്പിച്ചത്. അപ്പോൾ താത്ത തൊടു കൂടിയൊക്കെ കിട്ടണ മരുന്ന് കാണുമ്പോൾ ഇച്ച് പറിച്ചുങ്ങാണ്ട് കൊടുന്നു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ ലേഹത്ത് കൂട്ടും ഞാൻ. താത്ത വരുമ്പോഴൊന്നും കൊടുക്കാൻ കൂടലില്ല, അല്ലെങ്കിലോ സാധനം ഉണ്ടാകലില്ല, അല്ലെങ്കിൽ ബോട്ടിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ വന്നപ്പോൾ ലേസം സാമ്പിളൊക്കെ ഉണ്ടായിന് കേട്ടോ. അത് കൊടുത്തതാണ്. അപ്പം അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണ കേട്ടോളി. എന്ത് കൂട്ടിയാലും നല്ലതാണ്. ഇതൊക്കെ തിന്നാല് ഗ്യാസും കൂടിയും പോകും. ഗ്യാസ് പിന്നെ എല്ലാതും കൂക്കലൊക്കെ കൂട്ടുമ്പോ എന്താ പറയുക, കഞ്ഞിക്കൂർക്കൾ ശ്വാസം മുട്ടിനൊക്കെ പറ്റും. പുണ്ണിനും തെങ്ങും പൂക്കലിന്റെ ഉപയോഗം എന്തൊക്കെ എനിക്ക് അറിയാം പറഞ്ഞ. അതുകൊണ്ട് അത് പറന്നുള്ളിലെ പുണ്ണുപോകാം. പിന്നെ അതിനെ അല്ലാന്താ പാത്രമേ നിങ്ങളും കുറെ വരകിട്ടില്ലേ? പിന്നെന്താ എത്ര ഞാൻ എങ്ങനെ നന്നായിക്കും നല്ലതേ. വലിയ ആണ് വേറെ കൂടെ നല്ലോണം മുറുകണം കേട്ടോ. ഇത് മുറുകിയിട്ടില്ലേ? ഞാൻ കേടിയില്ല. ഉഷാറായിട്ടില്ലേ? എണ്ണ ഇന്ന് ഊറ്റിയെടുക്കണം. ഞാൻ നോക്കിയെടുക്കണേ. ആ എണ്ണ തേച്ചാ മേച്ചൂടി തേച്ചാ വേദന, എനിക്ക് വേദന വെച്ചെടുക്കുമ്പോ അതൊക്കെ തേച്ചില്ലേ? അതിന് ഇപ്പത്തെ പെൺകുട്ടിയൊക്കെ അറപ്പാണേ. ഓലെ അർപ്പിച്ചാണ് കേട്ടോ. കൊഞ്ചും കാര്യം കഴിയൂല്ല. അതിനിപ്പത്തെ ഒന്നിനും ജീവല്ലല്ലോ. ഞാൻ എപ്പോഴും പണിയെടുക്കണേ. 80 ഈ ലേഖത്തിന്റെ പൗരത്തിൽ വിറകിനോട്ട് പോയൊന്നും ഉണ്ടോ കഴിഞ്ഞ് ഇന്നില്ലാതിരിക്കുവോ? തിന്നൂല, എല്ലാവർക്കും കൊടുക്കൂലേ? ഇല്ല, കൊടുക്കാറില്ല. എല്ലാവർക്കും കൊടുക്കണം. കൊടുത്തെങ്കിലല്ലേ ആ മഞ്ഞ നന്നാവുള്ളൂ. ഇപ്പോഴും ഞാൻ അത് കൊടുക്കുവാണല്ലേ. ലേഖം അല്ലെങ്കിലും അന്ന് ലേഖം വിറകി കൊടുത്തല്ലേ? പാത്രം നിങ്ങളല്ലേ ഇത് പഠിച്ചത് അല്ലേ? പാത്രമൊക്കെ മരിച്ചു പോയില്ലേ. ഏതായാലും നമുക്ക് ഇനിയും കുറെ വിറകാനും ഇതിനൊക്കെ നിങ്ങളെ കാണിച്ചിട്ടാ ചിട്ടേ. നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാണ്ട വെച്ചിട്ട് ഞാൻ ലേഖം കാണിച്ചു. ഞാൻ അങ്ങനെ എന്റെ ഫോട്ടോ എടുക്കാനൊന്നും നടക്കൂല. എന്തിനാവും ഫോട്ടോ ഒന്നും വേണ്ടല്ലേ? നമ്മളെ വർത്താനം ഉണ്ടാവും, അത് കുഴപ്പമില്ല. താത്താനോട് വർത്താനം പറയണതിന്റെ കൂട്ടത്തിലേ
ഒന്ന് മേലക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ. ഒക്കെ ഒന്ന് പിന്നെ ഇളക്കി പരത്തട്ടെ വിചാരിച്ചിട്ട്. ഇതിൽ സൂചിക്കോതമ്പുണ്ട്, അതേപോലെ തന്നെ ചതുപ്പുണ്ട്, ചെറിയ ജീരകമുണ്ട്, നവരരി ഉണ്ട്, ചോളുണ്ട്, ചാമുണ്ട്, അതേമാതിരി എള്ളുണ്ട്, പിന്നെന്തൊക്കെ ഉള്ളതെന്ന് ഓർമ്മയില്ല. കുറേ സാധനങ്ങൾ ധാന്യങ്ങളൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വെച്ചാട്ടോ. ഇനി എന്താ പറയുക, 2 ബാച്ച് നട്സിൻ്റെ ലേഹത്തിനും ആടിൻ്റെ ലേഹത്തിനും ഇതിനുള്ള ധാന്യങ്ങൾ എടുത്താൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം താത്ത, ഇങ്ങളെ മാതിരി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേണം. ഇപ്പോൾ ഒരാളെ കജ്ജ് കിട്ടിയിട്ടൊന്നും കുടുംബം കഴിയണില്ല എന്നൊക്കെ പറയുന്ന താത്താമാർ ചിലവർ ഇങ്ങോട്ട് വർത്തമാനം പറയലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. അച്ചാർ ഉണ്ടാക്കാൻ വയ്ക്കണോലുണ്ട്, അതേപോലെ തന്നെ കാറ്ററിങ്ങിന് വയ്ക്കണോലുണ്ട്, അതേപോലെ തുന്നലിന്, എല്ലാത്തിനും ഓരോ കഴിവുകളില്ലതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെ ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തന്നെ അതൊന്ന് ആക്റ്റീവാക്കി എടുക്കുക. പിന്നെ വീട്ടുകാർക്ക് ഇഷ്ടം വേണം കേട്ടോ. കെട്ടിയ മാപ്പിളക്കും കുടുംബത്തിലും എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ കുടുംബത്തിൽ സപ്പോർട്ടില്ലെങ്കിൽ ഇതിനൊന്നും നിൽക്കരുത്. പിന്നെ അതേപോലെ തന്നെ തുടങ്ങണതിൻ്റെ മുമ്പ് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചാലും നിൽക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങളോട് പറയാണ്. അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുടക്കാനില്ലോലും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ തുടങ്ങിയാൽ എന്താവുക എന്നില്ല മനസ്സിൽ ഇസ്കാൽ വെച്ചങ്ങാണ്ട് ചോദിച്ചാൽ നിൽക്കരുത്. ചോദിച്ചത് അവനാൻ്റെ കെട്ടിയ മാപ്പിളിനോടും അവനാൻ്റെ കുടിയിലില്ലോലോടും മാത്രം ചോദിച്ചാൽ ഓൽക്ക് സമ്മതമാണെങ്കിൽ തുടങ്ങുക. വേറെ അവനാൻ്റെ ചെങ്ങാഴ്ചകളോലോടും അപ്പുറമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടക്കാനേ ആളുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കാക്ക തന്നെ കോഴിക്കണ്ടൂടാന്ന് പറയുന്ന കാലഘട്ടമാണല്ലോ ഇപ്പോൾ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരേ സമയത്ത് ദിവസം കൊണ്ടുപോയി വീഡിയോ ഇടുക എന്നല്ലാതെ പിന്നെ ഞാനിങ്ങനെ തുടങ്ങിയിരിക്കുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരോടും കുടുംബങ്ങളോടും ഫ്രണ്ട്സിനോടൊന്നും പറയാതിരിക്കുക നല്ലത്. കാരണം എന്താ വെച്ചാൽ സ്റ്റാറ്റസും വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കാനേ ആളുണ്ടാവുള്ളൂ. ഒന്നുകൊണ്ട് ആയി നമുക്ക് ബിസിനസ്സൊക്കെ നടക്കണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിയാക്കലേരൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കളിയാക്കി കഴിഞ്ഞാൽ നമ്മളതവിടെ നിർത്തിപ്പോവും. ഡ്രൈവിങ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, നമ്മളെന്തൊക്കെയും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അല്ലെങ്കിൽ തന്നെ മടിച്ചാണ് ഇറങ്ങുക. പിന്നെ വേറെ വർത്താനം കൂടിയും കേട്ട് കഴിഞ്ഞാൽ നമ്മളതവിടെ ഇട്ട് എറിഞ്ഞു പോകും. അപ്പോൾ ആ വർത്താനം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കേണ്ട, ആരോടും പറയാതെ നിങ്ങളെ അച്ചാറിൻ്റെ ഒക്കെ ആണെങ്കിൽ 1 കിലോ മാങ്ങയോ 1 കിലോ കൊണ്ടൊക്കെ തുടങ്ങേണ്ട പരിപാടിയാണ് ഈ അച്ചാറിൻ്റെ ഒക്കെ. അത് നമ്മൾ ദിവസം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇടുക. അങ്ങനെ നമ്പറും വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ വരും. അതേമാതിരി ഗരം മസാല ഉണ്ടാക്കണത്, മല്ലിമുളക് ഉണ്ടാക്കണത് ഒക്കെ ചെയ്യാട്ടോ. എന്തും അറിയണമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അച്ചാറുണ്ടാക്കുക, അതേപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണത്, അതേപോലെ മുടി കൊഴിച്ചിലിനുള്ള എണ്ണ ഉണ്ടാക്കണവർ, ഫേസ് പാക്ക് ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് റിസൾട്ട് കിട്ടണം. അല്ലാതെ പിന്നെ അറിയാതെ യൂട്യൂബൊക്കെ നോക്കിങ്ങാണ്ട് അപ്പളക്കപ്പളം ഉണ്ടാക്കിങ്ങാണ്ട് റിസൾട്ട് ഇല്ലാത്ത പരിപാടിക്ക് നിന്ന് കഴിഞ്ഞാൽ എന്താ അറിയോ, അത് വെളുക്കാൻ തേച്ച് പണ്ടായി എന്ന് പറയുന്ന അവസ്ഥയെ. കാരണം മുടി കൊഴിച്ചിലിൻ്റെ എണ്ണയൊക്കെ കറക്റ്റ് മൂപ്പിന് വാങ്ങിയിട്ടില്ലെങ്കിൽ മുടി കൊയ്യും. അതേപോലെ തന്നെ മുഖത്ത് തേക്കുന്ന ഫേസ് പാക്കിനൊക്കെ റിസൾട്ട് കിട്ടൂല. അതേപോലെ തന്നെ കൊടുക്കണ സാധനത്തിന് റിസൾട്ട് ഉണ്ടാവണം. അതേപോലെ തന്നെ കൊടുക്കണ സാധനം ക്വാളിറ്റി ഇല്ലെന്ന് നോക്കിങ്ങാണ്ട് കൊടുക്കും വേണം കേട്ടോ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിങ്ങാണ്ട് പിന്നെ കച്ചവടം നടക്കട്ടെ വിചാരിച്ചങ്ങാണ്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കണ സാധനം നല്ല റിസൾട്ട് ഉണ്ടാവും വേണം, നല്ല സാധനം നോക്കി കൊടുക്കുകയും വേണം. അപ്പോൾ വർത്താനം പറയണതിൻ്റെ കൂട്ടത്തിൽ ലേഹ്യക്കുപ്പി അവിടെ പാക്കാക്കിയിരിക്കണ്. അതിൽ നട്സിൻ്റെ ലേഹ്യത്തിൻ്റെ ചുവന്ന ബോട്ടിൽ, അതേപോലെ തന്നെ ചുവന്ന ബോട്ടിലല്ല ചുവന്ന അടപ്പ്, ആടിൻ്റെ ലേഹ്യത്തിന് പച്ചടപ്പ്. പിന്നെ പേര് കുഞ്ഞാവാസ് നാച്ചുറൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. പച്ച ബോട്ടിൽമ ഒട്ടിച്ചത് പച്ച സ്റ്റിക്കർ, ചുവന്ന ബോട്ടിൽമ ഒട്ടിച്ചത് ചുവന്ന, നട്സിൻ്റെ ലേഹ്യം ചുവപ്പ്, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നട്സിൻ്റെ ലേഹ്യത്തിന് നല്ല ഈത്തപ്പഴം, നട്സുകൾ ഫുള്ള്, ക്യാരറ്റ്, ബീട്രൂട്ട് നീര്, ധാന്യങ്ങൾ, ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളെ കുട്ടികൾക്ക് തടി വെക്കാനും ശരീരപുഷ്ടിക്കും, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാനും, പിന്നെ വെള്ളപ്പോക്ക്, അസ്ഥിയുരുക്കം, രക്തക്കുറവ്, അതിനൊക്കെ പറ്റും കേട്ടോ നട്സിൻ്റെ ലേഹ്യം. പിന്നെ നമ്മൾ ആടിൻ്റെ ലേഹ്യം വരുന്നത് പിന്നെ ഈ പ്രസവിച്ച് കിടക്കണവർക്കും ജിമ്മിന് പോണവർക്കും വയസ്സായവർക്കൊക്കെ ഉണ്ടല്ലോ ജോയിൻ്റ് കൂടിയൊക്കെ ഒരു വേദന, കിണുപ്പക്കൂടി വേദന, ഇനി പോകുന്നതാണ് കർക്കിടക മാസമാണ്. അപ്പോൾ ഓർക്ക് നല്ലതാണ് കേട്ടോ ആട്ടിലേഹം. അപ്പോൾ വയസ്സായവർക്കാണ് ഏറ്റവും ഗുണമുള്ളത്. കാരണം വെച്ചാൽ ഈ ക്ഷീണം കുഴക്കും മാറാനും, അതേപോലെ തന്നെ വേദനയും വരുത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുത്തല്ലത് മാറാനും ഒക്കെ. പിന്നെ അതുമല്ല പ്രസവിച്ചപ്പോൾ ഒക്കെ തിന്നതേ കാരണം ഒരു ലേഹ്യങ്ങളും അതേമാതിരി ഒരു ഹെൽത്തി സാധനം. അപ്പോൾ ഓർക്കൊരു ദിവസം ഈ 2 സ്പൂൺ രാവിലെയും വൈകുന്നേരമൊക്കെ തിന്നുന്നത് ഏറ്റവും നല്ല സാധനമാണ്. ഇഷ്ടംപോലെ നട്സുകളാണ് അതിൽ കാര്യമായിട്ട് വരുന്നത്. പിന്നെ ഈത്തപ്പഴം, മധുരത്തിന് ഈത്തപ്പഴം, തേന്, കൽക്കണ്ടം, അങ്ങനെയൊക്കെ സാധനങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ആടിൻ്റെ ഫുള്ള് സൂപ്പ്
നല്ലോണം തിളപ്പിച്ച് അതും നല്ലോണം കഷായം വെച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇൻഗ്രീഡിയൻസും ഫോൺ നമ്പറും നമ്മളെ FSSIൻ്റെ നമ്പറും ഒക്കെ കൊടുത്തിക്കണം. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ഇതുണ്ട്. ഫുള്ളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സ്റ്റിക്കർ ചെറുതേക്കാരം. അപ്പോൾ കുറച്ച് ഇതേ കൊടുത്തിട്ടുള്ളൂ ഇതിന്മേ. സ്റ്റിക്കർ നുള്ളി പറിച്ചിട്ട് കിട്ടണില്ല മക്കളെ. കുഞ്ഞാവേണിച്ചത് പറിച്ചല്ല കേട്ടോ. ഇന്ന് ഓന് സ്കൂൾക്ക് പോയ സമയത്താണ്. എങ്ങനെ പറിച്ചിട്ടോ ഇത് കിട്ടണില്ല. അപ്പം ഞാനിത് കജുമ്പാടൊക്കെ നുള്ളി പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെങ്ത്ത് വീഡിയോ കൂട്ടിങ്ങാണ്ട് നിങ്ങളെ ബോറടിപ്പിച്ചണില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. അപ്പോൾ ലേഹ്യം വേണ്ടതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓർഡർ ആക്കട്ടോ.